ഹായ്, ഇന്ന് നല്ലൊരു അടിപൊളി അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞാനിന്നിവിടെ അഫ്ഗാനി ചിക്കൻ ഗ്രില്ലിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെയിം റെസിപ്പി തന്നെ ഫ്രൈ പാനിലോ ഓവനിലോ ഒക്കെ ചെയ്തെടുക്കാം. എന്നാൽ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കട്ട് ചെയ്ത് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 4 സ്പൂൺ തൈര് വേണം, ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കസ്തൂരി മേത്തി. ആ കസ്തൂരി മേത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഒരു 1 സ്പൂൺ അളവിൽ പച്ചമുളക് ചതച്ചത്. ഈ അഫ്ഗാനി ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, ആ മസാലയാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല അടിപൊളി ടേസ്റ്റാണ് ആ മസാലയ്ക്ക്. എന്നാൽ നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 3-4 ടീസ്പൂൺ അളവിൽ തൈര് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ ഒരു 1 ടീസ്പൂൺ ചതച്ച പച്ചമുളക്, പിന്നെ നമ്മൾ ചൂടാക്കി വെച്ച കസ്തൂരി മേത്തി. ആ കസ്തൂരി മേത്തി നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ കസ്തൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവേലയാണ്. ഉലുവേല ഉണക്കിയതാണ് കസ്തൂരി മേത്തി. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല പൗഡർ, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു മുഴുവൻ ചെറുനാരങ്ങയുടെ നീരും, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല നല്ലൊരു പേസ്റ്റ് ആക്കി എടുത്ത് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ആ ചിക്കൻ പീസിലേക്ക് മസാലയൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ വരഞ്ഞു കൊടുത്തേക്കുന്ന ആ അതിലൂടെയൊക്കെ നല്ല പോലെ മസാല പറ്റണം. മസാലയൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും ഒന്ന് മൂടി വയ്ക്കുക. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴാണ് ഇതിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു വരുള്ളൂ. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ചിക്കനിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം.
ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗ്രില്ലിൽ മുഴുവനായിട്ടും ഒന്ന് എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ അതിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാൻ കഴിയും. ഇനി ഈ ചിക്കൻ പീസ് മുഴുവൻ മസാലയോടുകൂടി ഈ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി കനലിൽ വെച്ച് ഇത് തിരിച്ചും മറിച്ചും ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ മൊരിഞ്ഞു വരാൻ പാകത്തിന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയി വന്നു തുടങ്ങി. ഇനി നമുക്കിത് ഗ്രില്ലിൽ നിന്ന് വെളിയിലെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ മസാലയ്ക്ക് അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചിക്കൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല എരിവും പുളിയും എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനും. അപ്പോൾ ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രൈ പാനിൽ വെച്ചിട്ടും ഇത് നമുക്ക് നല്ല പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അഫ്ഗാനി ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നിവിടെ നൈസ് പത്തിരിയും ഒരു സൽസയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ടൊമാറ്റോ സൽസയും. എല്ലാവരും ഈ അഫ്ഗാനി ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.